ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ചിലതൊക്കെ സാധാരണ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ദുഃഖം, ദാരിദ്ര്യം, വ്യക്തിബന്ധങ്ങളിലെ തകർച്ച തുടങ്ങിയവയൊക്കെയാണ്. എന്നാൽ മറ്റു ചിലത് യോബിൻ്റേതുപോലുള്ള കഠിന സഹനങ്ങളായ പ്രകൃതി ദുരന്തങ്ങളും കഠിന രോഗങ്ങളും വേർപാടുകളുമൊക്കെയാണ്. സങ്കീർത്തനക്കാരനെ പോലെ നമ്മളിൽ പലരും ഇതുപോലുള്ള കഠിന പരീക്ഷണത്തിൻ്റെ വഴിയിലൂടെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ നടക്കുന്നവരായിരിക്കും പലരും. ശക്തിയിൽ കവിഞ്ഞ സഹനങ്ങളുടെ ബ്രേക്കിംഗ് പോയിന്റിൽ എത്തിയിട്ടുള്ളവരും ഇപ്പോൾ വളരെയധികം ഉണ്ടാകും. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ സങ്കീർത്തനക്കാരനെ വീഴാതെ നിൽക്കാൻ സഹായിച്ച ദൈവാശ്രയ ചിന്ത നമുക്കും സാന്ത്വനം നൽകുന്നതാണ്. 94-ാമത്തെ സങ്കീർത്തനം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ദൈവത്തെ വിളിച്ച് കരയുവാൻ പോലും സമയം ലഭിക്കുന്നതിന് മുമ്പായിരിക്കാം ചില ദുരന്തങ്ങൾ നമ്മുടെ മേൽ വന്നു വീഴുന്നത്. എപ്പോഴും വീണു പോകുവാനുള്ള സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാനുള്ള വിനയമില്ലാത്തതുകൊണ്ട് പലപ്പോഴും മുൻകരുതലുകൾ എടുക്കാൻ പലർക്കും കഴിയാറില്ല. പക്ഷേ ദുരന്തവും വീഴ്ചയും മുൻകൂട്ടി കാണുന്ന ദൈവം അനർത്ഥം സംഭവിക്കുന്നതിന് വളരെ മുമ്പ് മുൻകരുതലുമായി നമുക്ക് മുമ്പിലുണ്ടാകും. കാലിടറുമ്പോഴും താളടിയായി വീണ് കിടക്കുമ്പോഴും ദൈവകരങ്ങൾ നമുക്ക് ചുറ്റും പരിചയം പരിരക്ഷയുമായി ഉണ്ടായിരിക്കും. ഇതിനാണ് ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ദുരന്തത്തിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കാം. പക്ഷേ താങ്ങും കരങ്ങൾ കൊണ്ട് തടഞ്ഞും തടുത്തും മാറ്റിയില്ലായിരുന്നെങ്കിൽ സംഭവിക്കാമായിരുന്ന നഷ്ടവും ദുരന്തവും തകർച്ചയുമൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭയാനകവും ദുരന്തപൂർണവുമായിരുന്നേനെ. ജീവിതം ചിന്നിച്ചിതറിപ്പോകുമായിരുന്ന ദുരന്തങ്ങളിൽ നിന്നാണ് ദൈവത്തിൻ്റെ സ്നേഹകരങ്ങൾ എന്നെയും നിങ്ങളെയും പലപ്പോഴും താങ്ങി നിർത്തിയതും കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചതുമൊക്കെ. അതൊന്നും തിരിച്ചറിയുവാനും വിലയിരുത്തുവാനും നമ്മുടെ ജഡീക കണ്ണുകൾക്കും ചിന്തകൾക്കുമാവില്ല. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്ന അനേകം ദുരന്തങ്ങളെയും പ്രലോഭനങ്ങളെയും അപകടങ്ങളെയുമൊക്കെയാണ് ദൈവം കൈനീട്ടി തടയുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് നമ്മളിപ്പോഴും അറിയുന്നില്ല. അതെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്താകുമായിരുന്നു? രോഗം,
ശത്രുത, പ്രകൃതിക്ഷോഭം, ആസക്തി, കുടുംബത്തിലെ വിരുദ്ധതകൾ തുടങ്ങിയ ദുരന്തങ്ങൾ ന്യൂനമർദ്ദമായി രൂപപ്പെട്ടപ്പോൾ മുതൽ അതിൻ്റെ ഗതിവേഗം ശാന്തമാക്കാൻ ദൈവം ഇടപെട്ടിരുന്നു. അല്ലെങ്കിൽ അവയൊക്കെ സർവനാശ സംഹാരിയായി തീരുമായിരുന്നു. പരിമിതികളുള്ള ചിന്തകൾ കൊണ്ട് അതൊന്നും വിലയിരുത്താൻ നമുക്കാവില്ല. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും സമീപനങ്ങളും നമ്മുടെ കൊച്ചു ചിന്തകളിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദിവ്യപരിപാലനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത്. ചില ദുരന്തങ്ങളുടെ പെരുവെള്ളപ്രവാഹത്തിൽ അടിസ്ഥാനമിളകി ഒഴുകി മരണത്തെ മുഖാമുഖം നമ്മൾ കണ്ടത് ഓർക്കുന്നില്ലേ? ശാരീരികമായും മാനസികമായും മുറിവേറ്റ് തളർന്നപ്പോൾ ആ സമയത്ത് കൈ നീട്ടിത്തന്ന് രക്ഷപ്പെടുത്തിയത് ആരാണ്? കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കാൻ കഴിയുന്നവൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ശാന്തിയുടെ തീരത്ത് നമ്മളെ എത്തിച്ചതൊന്നും ഒരിക്കലും മറന്നു പോകരുത്. മനുഷ്യൻ ആവശ്യപ്പെടാതെ ദൈവം നൽകിയിട്ടുള്ള വാഗ്ദത്ത ഉടമ്പടിയാണ് ഡിവൈൻ പ്രോവിഡൻസ്, ദിവ്യപരിപാലനം. ദൈവമേ രക്ഷിക്കണമേ എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട നമ്മുടെ സ്വർഗസ്ഥ പിതാവ് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും. സാധ്യതകൾ അസ്തമിച്ചെടുത്ത് ഇനി എന്ത് സാധ്യതയാണുള്ളതെന്ന് യുക്തി കൊണ്ടും വിവേകം കൊണ്ടും ചിന്തിച്ച് നമ്മളൊരിക്കലും നിരാശപ്പെടരുത്. പ്രത്യാശയോടും വിശ്വാസത്തോടും പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ നമുക്ക് കഴിയും. നമ്മൾ അനേകം പ്രാവശ്യം കണ്ടിട്ടുള്ളതല്ലേ? പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ടതിൻ്റെ സാക്ഷ്യം നമുക്ക് പറയാൻ അനവധിയുണ്ട്. അത്ഭുത സാധ്യതകളുടെ തമ്പുരാൻ മനുഷ്യ ചിന്തകൾക്കതീതമായി നൂതന സാധ്യതകളുടെ ഒരു പുതിയ വാതിൽ, അതെ പുതിയ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. പ്രകൃതി നിയമങ്ങൾക്കതീതമായി ദൈവം പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളെ പറ്റിയുള്ള വിസ്മയ സാക്ഷ്യങ്ങളുടെ മഹത് ഗ്രന്ഥമാണ് ബൈബിൾ. നിങ്ങളെയും എന്നെയും അത്തരമൊരു സാക്ഷിയാക്കാൻ ദൈവത്തിന് സാധിക്കും. ചില വിനകളും ദുരന്തങ്ങളും നീങ്ങിപ്പോകാൻ മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അനുകൂലമായ മറുപടി ലഭിക്കാത്തതിൻ്റെ ദുഃഖവും പരിഭവവും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, അല്ലേ? എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്ന ദൈവത്തിന് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് ഒരു മറുപടി പറയാനുണ്ട്. അത് നിത്യതയിൽ മുഖാമുഖമായി കാണുമ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരും. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 6-7 വാക്യങ്ങൾ.
ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, മുൻപിൽ അടഞ്ഞ വാതിലുകളും പിമ്പിൽ അന്ധകാരവും ചുറ്റും ഏകാന്തതയും അനുഭവിക്കുന്ന നിരാലംബരും നിസ്സഹായരുമായ ലോകത്തെങ്ങുമുള്ള പ്രിയ സഹോദരങ്ങളെ അവിടുത്തെ സൗഖ്യദായക കരങ്ങൾ നീട്ടി സാന്ത്വനവും സൗഖ്യവും ആശ്വാസവും നൽകി പ്രത്യാശയിൽ ബലപ്പെടുത്തണമേ എന്ന് സൗഖ്യദായകനായ യേശു കർത്താവിൻ്റെ അതിവിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.